രാത്രി 12 മണിക്ക് പെൺകുട്ടികൾക്ക് ഔട്ടിങ്ങിന് പോകണമെന്ന് റിക്വസ്റ്റ്. എങ്ങനെ അനുവദിക്കും? എങ്ങനെ അനുവദിക്കാതിരിക്കും? അതിലെ ഇഷ്യൂസും അതിൻ്റെ വരും പരായികളും ആലോചിച്ച് കുറച്ചൊന്ന് വിഷമിച്ചു. ആ സന്ദർഭമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഹായ്, ഞാൻ സഫി ടീച്ചർ, ഫോർമർ വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ആൻഡ് ഡെപ്യൂട്ടി ഡയറക്ടർ റിട്ടയേർഡ്. എൻ്റെ പ്രിൻസിപ്പൽ അനുഭവത്തിലെ ഒരു അനുഭവമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്ത് പല ഭാഗങ്ങളിലും സ്ത്രീ പീഡനം, പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം, ലൈംഗിക പീഡനം, കൊലപാതകം, ബസ്സിലെ ആക്രമണം, ഇങ്ങനെ പലതരം ഇഷ്യൂസ് കത്തി നിൽക്കുന്ന സമയം എൻ്റെ അടുത്ത്, എൻ്റെ ചേംബറിൽ കുറച്ച് പെൺകുട്ടികൾ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നു. അപ്പോൾ അവരുടെ ആ വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സംതിങ് സീരിയസ് ആണ്. അങ്ങനെ റിക്വസ്റ്റ് വായിച്ചു. അതിൽ ഒരു ദിവസം രാത്രി 12 മണിക്ക് അവർക്ക് കോളേജിൽ നിന്ന് ടൗൺ വരെ നടന്നു പോകാനും തിരിച്ചു വരാനും പറ്റണം, അനുവാദം വേണം. അതാണ് അവരുടെ റിക്വസ്റ്റ്. അപ്പോൾ രാത്രി പെൺകുട്ടികളെ പുറത്തു വിടുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. പെട്ടെന്ന് ഞാനൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ രാത്രി നടന്നു പോകുന്നതും, അല്ലെങ്കിൽ എൻ്റെ മകള് റോഡിൽ കൂടെ നടന്നു പോകുന്നതും ഒക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. അതുകൊണ്ട് വരാവുന്ന ആപത്തുകളും ഇപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് എൻ്റെ കൺമുൻപിലൂടെ എല്ലാം കടന്നുപോയി. ഇത്രയും പെൺകുട്ടികളെ എങ്ങനെ ഒറ്റയ്ക്ക്, എത്ര പേരുണ്ടെന്നറിയില്ല, ലേഡീസ് ഹോസ്റ്റലൊക്കെ ഉള്ള കോളേജ് ആയതുകൊണ്ട് ലേഡീസ് ഹോസ്റ്റലായിരിക്കും മെജോറിറ്റി ആയിട്ടും പോകാൻ തയ്യാറെടുക്കുക. അത് നല്ലൊരു സ്ട്രെങ്ത് കൊണ്ട് 100 കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം 1-2 പേരല്ല, 100 പേര് ഒരുമിച്ച് റോഡിലിറങ്ങി കുറച്ച് ദൂരം നടന്ന് തിരിച്ചു വരുന്നതിൽ അപാകതകളൊന്നുമില്ല. പക്ഷേ അത് അനുവദിക്കാമോ? നിയമത്തിന് അതീതമാണോ? നിയമത്തിന് എതിരാണോ? എങ്ങനെ നടപ്പിലാക്കാം? ഇതൊക്കെ കുറച്ച് നേരം എനിക്ക് ആലോചിക്കേണ്ടി വന്നു. എന്തായാലും അവരോട് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, കുറച്ച് സാവകാശം വേണമെന്ന് പറഞ്ഞു. അവർ പിരിഞ്ഞുപോയി. പിന്നെ ഞാൻ വരും പരായികൾ അത്രയും ആലോചിച്ചു, അന്വേഷിച്ചു, നിയമവശങ്ങൾ മനസ്സിലാക്കി അവരെ നെക്സ്റ്റ് ടൈം അവർ വന്നപ്പോൾ അവർക്ക് അനുവാദം കൊടുത്തു. എങ്ങനെയാണെന്നല്ലേ, അതിൻ്റെ പിറകിൽ ഞാൻ എന്തെല്ലാം ചട്ടങ്ങളും വിവിധ വശങ്ങളും ആലോചിച്ചെന്നുള്ളത് ഞാനൊന്ന് പറയാം. ഞാനൊരു ഉപാധി വെച്ചു. 1, 2, 5 പേരായിട്ട് പോകാൻ പറ്റില്ല. പോകുന്നെങ്കിൽ മാസമായിട്ട് പോകണം. ഞാൻ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. താനേ പോകാം, പെൺകുട്ടികൾ മാത്രം പോകാം, ഒക്കെയുള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനത് മോണിറ്റർ ചെയ്യുമെന്നുള്ള കർശനമായ നിബന്ധനയോടുകൂടി അവർക്ക് അനുവാദം കൊടുത്തു. സ്ട്രെങ്ത് വേണം, മാക്സിമം പേര് പോകണം, പോയിട്ട് അതുപോലെ തിരിച്ചു വരണം, രാത്രിയാണെന്ന് ഓർമ്മ വേണം. ഒരുപാട് ഇഷ്യൂസ് നാട്ടിൽ നടക്കുന്നതാണ്. ആർക്കെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ദോഷം വന്നു പോയാൽ അത് നമ്മളെ എല്ലാവരെയും ബാധിക്കും. കോളേജിൻ്റെ ഇമേജ് തന്നെ പോകും. ആ കുട്ടിയുടെ ജീവിതത്തിനും തുടർന്നുള്ള ഭാവിയും ഒക്കെ നഷ്ടപ്പെടുമെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് വരും പരായികൾ വിശദമായിട്ട് സംസാരിച്ചു. അവർക്കത് ബോധ്യമായി. എന്നാലും അവരെ അനുവദിച്ചെന്നുള്ളതിൽ അവർ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ആ ദിവസം എത്തി. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ പല കാര്യങ്ങളും ചെയ്തിരുന്നു. ഞാൻ ആദ്യം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് നല്ല ടച്ച് ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ഇഷ്യൂസിന് അവർ വരികയും നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഒരു ഗ്ലാമർ എനിക്കുണ്ടായിരുന്നു. ആ പിടിപാട് വെച്ചുകൊണ്ട് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചിരുന്നു, ഇങ്ങനെ കുട്ടികൾക്കൊരാവശ്യമുണ്ട്, അത് നിറവേറ്റണം, അതിനാവശ്യമായ സെക്യൂരിറ്റി കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അവർ സമ്മതിച്ചു. അതുപോലെ കോളേജിലെ ഈ വിഷയത്തോട് സഹകരിക്കുന്ന അധ്യാപകരും അധ്യാപികമാരും ഉണ്ടായിരുന്നു.
അവരോട് ഞാൻ സംസാരിച്ചു. കുട്ടികളെ മാത്രം വിടാൻ പറ്റൂല, കൂടെ പോകാൻ ആരെങ്കിലുമൊക്കെ തയ്യാറെടുക്കണം, ആണും പെണ്ണും. അതായത് അവരുടെ കൂടെ ഒത്തുപോയില്ലെങ്കിലും അവരെ ഒന്ന് നിരീക്ഷിക്കണം. അവരെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ എന്തെങ്കിലും വന്നു പോയാൽ അതുകൊണ്ട് അവരെ ഒന്ന് നിരീക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ കൂടെ വേണം എന്നുള്ള ഒരു ഇതിൻ്റെ പുറത്ത് കുറച്ച് അധ്യാപകർ അതിനും തയ്യാറായി. പിന്നെ അവിടുത്തെ ഫോർമർ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് പാലക്കാടിലെ ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ആ കോളേജിൽ തന്നെ പഠിച്ചതാണ്. എല്ലാവർക്കും അഭിമതനായ ഒരു നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഞാൻ അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോയെങ്കിൽ അദ്ദേഹത്തെയും ഞാൻ കൂടെ കൂട്ടി. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെയാണ് കുട്ടികൾ പുറത്തു പോകാൻ തയ്യാറെടുക്കുന്നത്, അപ്പോൾ എനിക്കൊരു സപ്പോർട്ട് വേണം, സാറിൻ്റെ ഒരു ശ്രദ്ധ വേണം. സാറ് വണ്ടി ഓടിച്ച് ഇതിലേ ഒന്ന് പോയാൽ മതി, അവരെ ഒന്ന് വാച്ച് ചെയ്തിരുന്നാൽ മതി, അവരെ ആരും ഉപദ്രവിക്കാതെ ഇഷ്യൂസ് ഒന്നും വരാതെ അവരെ തിരിച്ച് കോളേജിൽ എത്തിക്കണം, സാറിൻ്റെ ഒരു കെയർ വേണം. ഓക്കെ, സാറും സമ്മതിച്ചു. അങ്ങനെ ആ ദിവസമായി. അപ്പം എനിക്ക് 9ാം ഉത്സവമായിരുന്നു. എങ്ങനെ പര്യവസാനിക്കും, ഇത് ആരെങ്കിലും ചൂഷണം ചെയ്യുമോ എന്നൊക്കെ ഭയങ്കര വെപ്രാളമായിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്കന്ന് ഉറക്കം വന്നില്ല. രാത്രി 12 മണിക്കല്ലേ പോകുന്നത്. ഞാൻ ഉണർന്നിരുന്നു. എൻ്റെ ക്വാർട്ടേഴ്സിൽ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ താമസം. ഞാനവിടെ ഉണർന്നിരുന്നു. കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തു. കുട്ടികൾ ഇറങ്ങി എന്നുള്ള അറിയിപ്പ് കിട്ടി, അവർ നടന്നു പോകുന്നു എന്നുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, അവർ നടക്കുന്നുണ്ട് ടൗണിലേക്ക് എന്നുള്ള അറിയിപ്പ് കിട്ടി. ഓരോ സെക്കൻഡും ഞാനിങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ച് വിശേഷങ്ങൾ തിരക്കി. ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ നേരം അവർ ടൗൺ വരെ നടന്നു, തിരിച്ച് ഹോസ്റ്റൽ വരെയും നടന്നെത്തി എന്നറിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ദിവസം ഞാൻ ഉറങ്ങിയത്. അത്ര ടെൻഷനായിരുന്നു. പക്ഷെ അനുവാദം കൊടുത്തപ്പോഴും അവരത് പോകുമ്പോഴും പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോഴും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയല്ലോ എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ടായിരുന്നു. അതായത് സാധാരണ കുട്ടികളെ കണ്ടാൽ, വിദ്യാർത്ഥികളെ കണ്ടാൽ അധ്യാപകർക്ക് മൂർഖം പാമ്പിനെ കണ്ടതുപോലെയാണ്. അവരുടെ ഒരു ഡിമാൻഡുകളും അംഗീകരിച്ചു കൊടുക്കാറില്ല, തല്ലി ഓടിക്കാറാണ് പതിവ്. എന്നെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. കുട്ടികളെ കൊണ്ട് മാക്സിമം എൻഗേജ് ചെയ്യിപ്പിക്കുക, അവർക്ക് എന്താണോ ആവശ്യം അവരുടെ പ്രൊപ്പോസൽസ് കൊണ്ടുവരിക, മുമ്പോട്ട് വെപ്പിക്കുക, അവരെ കൊണ്ട് മാക്സിമം ആക്ട് ചെയ്യിക്കുക, അവരെ ആക്റ്റീവായിട്ട് നിലനിർത്തുക. അതായത് അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ വഴി തെറ്റില്ല. മാക്സിമം അവരെ എൻഗേജ് ചെയ്യിച്ചിരുന്നാൽ അവർ മറ്റ് വികൃതികളിലേക്കോ കുസൃതികളിലേക്കോ അധാർമികമായ പ്രവൃത്തികളിലേക്കോ പോകില്ല. അവർ മാക്സിമം നമ്മളെ കൂടെ നിന്ന് അതിനനുസരിച്ച് ഞാൻ ഒരേ വർക്കുകൾ അവരെ കൊണ്ടും മുൻപോട്ട് വെപ്പിക്കും. ഞാനും കണ്ടുപിടിച്ച് മുൻപോട്ട് കൊടുക്കുമായിരുന്നു. ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് പ്ലാറ്റ്ഫോം വഴി അവിടെ കോളേജിലുണ്ടായിരുന്നു. അതിലെല്ലാവരും ഞാൻ പരമാവധി എൻഗേജ് ചെയ്യിച്ച് അങ്ങനെ എനിക്ക് വളരെ ആക്റ്റീവായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ കഴിഞ്ഞു. അതൊരു പക്ഷേ ആ കുട്ടികളുടെയും കൂടി ഒരു പ്രതിബദ്ധതയാണ്. കാരണം ഈ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ആ കോളേജിൽ ഒരു 3000-3000-ലധികം കുട്ടികളുണ്ട്. 3000-ലധികം പേരും അത്രയും പേരും നല്ല ചോരത്തുടിപ്പുള്ള എനർജറ്റിക് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സാണ്. അവരേത് ഡയറക്ഷനിൽ നീങ്ങാനും പോകുന്ന വിധത്തിൽ ഉള്ള പ്രായം. അപ്പം നമ്മൾ അധികാരികൾ അവർ വഴി തെറ്റാതെ ട്രാക്ക് മാറാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും അവർക്ക് നമ്മൾ കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ, അതായത് കുറേ എൻഗേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം അവിടെ ഉണ്ട്, പ്രോജക്റ്റുകളും. അപ്പോൾ അതിലെല്ലാം മാക്സിമം അവരെ എൻഗേജ് ചെയ്യുക, അവരെ ഡിപ്രസ്ഡ് ആക്കാതിരിക്കുക, അവരുടെ ആവശ്യങ്ങൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിച്ചെടുത്താൽ അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ കരുതും, നമ്മളോട് ബഹുമാനം കാണും, അവർ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. എൻ്റെ ചരിത്രത്തിൽ ഒരു ദിവസം പോലും പ്രിൻസിപ്പാളിനെതിരെ ഒരു കീജയ് വിളിച്ച ഒരു ചരിത്രമില്ല. കാരണം ഞാൻ അത്രമാത്രം കുട്ടികളോട് ഇഴുകിച്ചേർന്ന് അവരോടൊപ്പം നിന്ന് അവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് അവർക്കൊരു ചാലകശക്തിയായിട്ട് തന്നെ ഞാൻ എന്നും നിന്നിട്ടുണ്ട്.
ഈ ഇൻസിഡൻറ്റ് ഞാൻ അതിനൊരു ഉദാഹരണമായി കാണിച്ചു എന്ന് മാത്രം. നിങ്ങൾ കണ്ടിട്ടുള്ള പ്രിൻസിപ്പൾമാർ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ എങ്ങനെയായിരുന്നു, നിങ്ങളുടെ HOD അല്ലെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്? സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ ഒരു പ്രിൻസിപ്പളായിരുന്നു കേട്ടോ. എന്നെ പറ്റി, എൻ്റെ ഈ പെരുമാറ്റത്തെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്തണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.